സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാൻ പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് വളരെ മനോഹരമായൊരു കോളേജിലാണ്. ഇവിടെ എൻജിനീയറിംഗ് ഉണ്ട്, ലോ ഉണ്ട്, അങ്ങനെ മനോഹരമായൊരു കോളേജും കുറേ നല്ല കലാകാരന്മാരുണ്ട്. ഈ കോളേജിൻ്റെ പേരാണ് അൽ അമീൻ. അതെ, അൽ അമീൻ കോളേജിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് കഴിവുള്ളവരുണ്ട്. നമുക്ക് ഏതായാലും ആദ്യ എപ്പിസോഡ് അങ്ങോട്ട് അടിച്ചു പൊളിക്കാം. ഓക്കെ, കമോൺ. മീശ മാധവൻ എന്ന സിനിമയിൽ സലീം കുമാർ രസകരമായി അഭിനയിച്ച ഒരു സീനുണ്ട്. അത് നമ്മൾ നേരത്തെ മറ്റൊരു കോളേജിൽ കൊടുത്തിരുന്നതായിരുന്നു. പക്ഷേ ഇതൊരു ലോ കോളേജ്, അല്ലമീൻ്റെ ലോ കോളേജ് കൂടി ആയതുകൊണ്ട് ഇവിടുത്തെ വക്കീലന്മാർ അതെങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. പരാതിക്കാരനായ ഭഗീരഥൻ പിള്ളയ്ക്ക് മാധവൻ നായരോടുള്ള വ്യക്തിവിദ്വേഷത്തിന്റെയും പ്രതികാരത്തിന്റെയും ചെക്കിലെ മയിൽക്കുറ്റികൾക്ക് പോലും സുപരിചിതമാണ്. മാധവൻ നായരുടെ സഹോദരിയുടെ വിവാഹം മുടക്കാൻ ഭഗീരഥൻ പിള്ള കളിച്ച ഒരു വൃത്തികെട്ട പൊറാട്ട നാടകമാണെന്ന് മനസ്സിലാക്കാൻ പോലീസിന്റെ ഇൻട്രിഗ്യൂഷനോ വക്കീലിന്റെ സ്പെക്യുലേഷനോ വേണ്ട. 4ാം ക്ലാസ്സും ഗുസ്തിയും അല്പ കോമൺ സെൻസും മാത്രം മതി. അതിന് കൂട്ടുന്ന SI ഈപ്പൻ പാപ്പച്ചി തന്റെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്തിരിക്കുകയാണ്. CRPC സെക്ഷൻ 349, IPC സെക്ഷൻ 329, 349, 111, 529. തൊപ്പി പോണ വഴി കാണില്ല സാറ്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. യെസ്, കണ്ടല്ലോ, നല്ല ഒന്നാം തരം എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളാണ് ഇവർ. ലോ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഇവർക്ക് പറ്റിയ ഒരു സാധനമാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അങ്ങോട്ട് വിളിക്കാം മുഹസിൻ. മുഹസിൻ ഭയങ്കര ഗ്രൗണ്ട് സപ്പോർട്ടൊക്കെയാണ്. എവിടെയാണ് നാട്? എവിടെയാണ്? ഇവിടെ കോളപ്പള്ളി. റെഡി? ക്യാമറ. ഞാൻ വന്നു രമണൻ സാറിന് ഞാൻ വന്നു. ആക്ഷൻ. പരാതിക്കാരനായ ഭഗീരഥൻ പിള്ളക്ക് മാധവൻ നായരോടുള്ള വ്യക്തിവിദ്വേഷത്തിന്റെയും പ്രതികാരത്തിന്റെയും കഥ. വിദ്വേഷത്തിന്റെയും വിദ്വേഷം. അയ്യോ ചിരിക്കല്ലേ, ഇത് കഴിച്ചു ചിരിച്ചാ പിന്നെ ചിരി നിർത്താൻ പറ്റൂല. വ്യക്തിവിദ്വേഷത്തിന്റെയും പ്രതികാരത്തിന്റെയും കഥ ചേക്കിലെ മയിൽക്കുറ്റികൾക്ക് പോലും സുപരിചിതമാണ്. മാധവൻ നായരുടെ സഹോദരിയുടെ വിവാഹം മുടക്കാൻ ഒരു അഡ്വക്കേറ്റ് ഇങ്ങനെയാണോ നിങ്ങൾ സംസാരിക്കുന്നത്? ചേക്കിലെ മയിൽക്കുറ്റികൾക്ക് പോലും ഇങ്ങനെയാണോ? അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. ആറ്റിറ്റ്യൂഡ് വേണം. നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞാലേ ഇതുപോലെ നടക്കണം. ലൂസ് മോഷൻ. മാധവൻ നായരുടെ സഹോദരിയുടെ വിവാഹം മുടക്കാൻ ഭഗീരഥൻ പിള്ള കളിച്ച ഒരു വൃത്തികെട്ട പൊറാട്ട നാടകമാണിത് എന്ന് മനസ്സിലാക്കാൻ പോലീസിന്റെ ഇൻഡിക്കേഷനോ വക്കീലിന്റെ സ്പെക്യുലേഷനോ ആവശ്യമില്ല. വെറും 4ാം ക്ലാസ് ഗുസ്തിയും അല്പം കോമൺ സെൻസും മാത്രം മതി. ഇങ്ങനെ വാദിച്ച അയാൾക്ക് കൊലക്കയറ് കിട്ടും കേട്ടോ. ഓ, വക്കീൽ ഇങ്ങനെ വാദിക്കുവാണെങ്കിൽ എനിക്ക് അടുത്ത കേസ് വിളിക്കാൻ പറ്റില്ല. ഇതിന് കൂട്ടുനിന്ന SI ഈപ്പൻ പാപ്പച്ചി സാറിന്റെ അധികാരം ദുർവിനിയോഗം ചെയ്തതിന് CRPC സെക്ഷൻ 349, IPC സെക്ഷൻ 329, 349, 111, 529. തൊപ്പി പോണ വഴി അറിയില്ല മോനെ. ഈ 349 എന്ന് പറഞ്ഞ സെക്ഷനാണ്. എല്ലാരും വിളിച്ചു. അല്ല, അതാണ് അറിയേണ്ടത്. നമുക്ക് അതൊക്കെയാണ് അറിയേണ്ടത്. അങ്ങോട്ട് ചോദിക്കരുത്, കോപ്പി അടിക്കുന്നത്. ഇങ്ങോട്ട് നോക്കി പറ. ആ പോലീസിന്റെ അധികാരം ദുർവിനിയോഗം അത് എന്താണെന്ന് ഞങ്ങൾക്കൊന്നും അറിയാൻ വേണ്ടി, സാധാരണക്കാർക്കൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. 349 സെക്ഷനാ പറയും. അങ്ങനൊന്നും ഇല്ലെന്ന്, ഏതെങ്കിലുമൊക്കെ സെക്ഷനാണെന്ന്. എന്തോരം പഠിച്ചു? ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. അപ്പൊ ഈ 111 ഏതാണ്? ഏതെങ്കിലും സെക്ഷൻ അറിയോ പറഞ്ഞതിനകത്ത്? ഇല്ല, അത് പഠിച്ചു വരുന്നേ ഉള്ളൂ അല്ലേ? പഠിക്കണല്ലേ, ഫസ്റ്റ് BB ആണ്. ഇത്രയും ഒന്നുകൂടെ നല്ല ആക്റ്റീവായിട്ട് ഒരു വക്കീൽ എങ്ങനെയാണോ പ്രസന്റ് ചെയ്യുന്നത് അതേ രീതിയിൽ ചെയ്യാൻ പറ്റും. അവന് ചെറു ദുർബലനാന്നേ. തൊപ്പി പോണ വഴി അറിയില്ല മോനെ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഓക്കെ, വെരി ഗുഡ്. ശരി സാർ. പേരെന്തായിരുന്നു? ആഷ്മി. ഡയലോഗ് പക്കാ. നല്ല റെഡി,
ആക്ഷൻ. പരാതിക്കാരൻ്റെ എനിക്ക് നിന്റെ കാര്യം ഓർക്കുമ്പോ വിഷമമുണ്ട്. ഇല്ല, എന്താ ഉദ്ദേശം എന്ത് തോന്നുന്നു? അല്ല മറന്നുപോയി, ഒന്നും കൂടി പറയൂ. നല്ല വക്കീല് കേട്ടോ. പരാതിക്കാരന് ബഹിരന്ത പിള്ളയ്ക്കും എന്ത് ബഹിരന്തനോ? അതെ, അത് ബഹിരന്തൻ. ഭഗീരഥൻ. ബഹിരന്തനോ? നമ്മള് ശരി. മൂസക്കാക്കടക്ക് കേസ് മാത്രമേ വായിക്കത്തുള്ളൂ. ഗൂഗിളിൽ മറ്റേ ട്രാൻസ്ലേറ്റ് കിട്ടോ പച്ച മലയാളം പോലെ ഉണ്ട്. കുറച്ച് ഇംഗ്ലീഷ് ഏറ്റിക്കും. നിന്നെ ഇപ്പൊ വേണമെങ്കിൽ ഞാൻ ഊരി തരാം, പക്ഷെ ഭാവിയിൽ നീ എന്നെ സഹായിക്കണം. ഏറ്റോ? ഭഗീരഥൻ പിള്ള. ബഹിരന്ത പിള്ള. ബഹിരന്ത പിള്ള. എനിക്കെന്നെ പേര് തോന്നി. ഭഗീരഥൻ ബഹിരഥൻ പിള്ള. പിള്ള. എന്ന് പറഞ്ഞേ. ബഹിരന്തൻ പിള്ള. എന്തുവാടാ? നിനക്ക് മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായില്ലെന്ന്. പരാതിക്കാരനുടെ ബഹിരന്ത പിള്ളേന്റെ ഞമ്മന്റെ കാര്യം പോക്കാട് കേട്ടോ. അത് കേട്ടാ മതി ഞങ്ങക്ക്. ഞങ്ങൾക്കോ? അല്ല, ഞമ്മക്ക് നമ്മള് മലപ്പുറത്തൊരു മുസ്ലിമാണേ. നമ്മള് മുസ്ലിം പേരായാലും പേരം കിട്ടും ഇനി. അന്നൊക്കെ ജബ്ബാർന്ന് പറഞ്ഞു. നാരായണ നാരായണ. പരാതിക്കാരന്റെ ജബ്ബാറിന്റെ പിതാവിന്റെയും പുത്രന്റെയും രക്ഷ ഈ ദുനിയാവിലെ ചേട്ടൂന് എപ്പോഴും ഉണ്ടാവും. പറഞ്ഞോ, കുഴപ്പമില്ല. ജബ്ബാറിന്റെ മാധവൻകുട്ടിന്റെ എന്താ പ്രശ്നം? മാധവന്റെ എന്താ പ്രശ്നമെന്നോ? ഒരുപാട് പ്രശ്നമുള്ള കള്ളനാണ് അദ്ദേഹം. പരാതിക്കാരന്റെ പിള്ളയ്ക്കും ഏത് പിള്ള? പിള്ള പറഞ്ഞാ മതി പറഞ്ഞു. ഇപ്പൊ പിന്നെ ആണോ? അല്ല, പേരെന്നാ ജബ്ബാർ നോക്കി. 4ാം ക്ലാസ്സിലെ കുസ്തിയും. 4ാം ക്ലാസ്സിന്റെ കുസ്തിയോ? ലാസ്റ്റ് നമുക്ക് പോകാം. കുറച്ച് നല്ല ഇതാണ്. എന്തൊക്കെ ഡൗട്ട്സ് ആണ്. പരാതിക്കാരനായ ബഹിരന്ത പിള്ളയ്ക്കും മാധവൻകുട്ടിന്റെയും വിദേശത്തിന്റെയും ഫുള്ളായിട്ട് നോർമൽ അല്ലല്ലേ? വിദ്വേഷം. വിദ്വേഷത്തിന്റെയും പ്രതികാരത്തിന്റെയും കഥ. അത് കറക്റ്റ്. ചേക്കിലെ മയിൽക്കുട്ടികൾക്ക് പോലും. മയിൽക്കുട്ടികളോ? എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ. നീ വാ പൊളിക്കരുത് പ്ലീസ്. മയിൽക്കുട്ടികൾക്ക് പോലും എന്താണ് സുപരിചിതമാണ്. മാധവന്റെ സഹോദരന്റെ വിവാഹം മുടക്കാൻ ബഹിരന്ത പിള്ള കളിച്ച ഒരു പൊറാട്ട നാടകമാണെന്ന് ഇത് മനസ്സിലാവുന്നു. നിങ്ങളും കൂടി കൂട്ടുനിൽക്കല്ലേ? പാട്ടോടെ അറിയോ? പാട്ടുപാടാ അറിയാം. ഒരു രണ്ടൊരു പാടി ഇപ്പം വിടാം. പാട്ട് പാടിയാൽ മതിയോ? ഞാൻ ഉണ്ടാക്കിയ പാട്ട് പാടിയാൽ അത് അതാണ് വേണ്ടത്. എനിക്ക് ഞാൻ എൻ്റെ ഫേവറേറ്റ് സോങ് പാടാം. പലപലക്കര പകലാനി 10ാം ക്ലാസ്സിലെ ഫെയിലാനി എങ്ക വീട്ടിലെ ബിരിയാണി തിന്നെ പറയാണി സൂടാകയില്ല വിട്ടാ ബിരിയാണി ടേസ്റ്റ് ചെയ്യില്ലേ. കഴിഞ്ഞു. നീ ഉണ്ടാക്കിയില്ല? വയലാർ എഴുതുപോലെ പാട്ട് എഴുതാൻ പോയിക്കൂടായിരുന്നു. ആലോചിക്കണ്ടേ? നമ്മളെ വിളിച്ചിനു പോയില്ല. എന്തായാലും കൊള്ളാം. ആ ഗംഭീര സോങ്ങിന് ശേഷം നമുക്ക് വിളിക്കാം വിസ്മയ. വിസ്മയ്ക്ക് ഭയങ്കര സപ്പോർട്ടുണ്ട് കേട്ടോ. എവിടെയാണ് നാട്? ഇവിടെ അടുത്തന്നെ. അപ്പം നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. റെഡി? പരാതിക്കാരനായ ഭഗീരഥൻ പിള്ളയ്ക്ക് മാധവൻ നായരോടുള്ള വ്യക്തിവിദ്വേഷത്തിന്റെയും പ്രതികാരത്തിന്റെയും കഥ ഈ സൈക്കിലെ ഓരോ മയിൽക്കുട്ടികൾക്ക് പോലും സുപരിചിതമാണ്. മാധവൻ നായരുടെ സഹോദരിയുടെ വിവാഹം മുടക്കാൻ നടത്തിയ വെറും പൊറോട്ട നാടകമാണ് എന്ന് മനസ്സിലാക്കുന്നതേ ഉള്ളൂ ആണ് തോന്നുന്നു. മോളെ, കളി കൈവിട്ട് തുടങ്ങിയേ. എവിടം വരെ പോന്നു നോക്കട്ടെ. മുടക്കാൻ വേണ്ടി കളിച്ച മോശമായ പൊറോട്ട നാടകമാണെന്ന് ചേക്കിൽ എല്ലാവർക്കും അറിയാം. ഒരു ശക്കല കുഴപ്പം. മയിൽക്കുട്ടികൾക്ക് പോലും സുപരിചിതമാണ്. ഇത് മനസ്സിലാക്കാൻ 4ാം ക്ലാസ്സും ഗുസ്തിയും വെറും കോമൺ സെൻസും മതി. പിന്നെ അതിന് കൂട്ടുനിന്ന ഇടയ്ക്കൊരു സാധനം ഉണ്ടായിരുന്നു. ഉണ്ട് പോലീസിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനോ എന്റെ പള്ളി എന്ന് പറഞ്ഞു കൊടുത്തേ. ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം, പിന്നെ എന്റെ വക സെക്സ്വാലിറ്റി വേണം. എന്നൊരു ക്ലൂ തരും. കുളു തരാൻ എനിക്ക് പറ്റത്തില്ല. ഒരു കുളു തരാൻ ചെറിയൊരു ക്ലൂ തന്നാ ഞാൻ ഇപ്പൊ പറയാം. നെപ്പോളിയൻ. മനസ്സിലാക്കാൻ പോലീസിന്റെ ഇൻട്രോഗേഷനോ വക്കീലിന്റെ സ്പെക്യുലേഷന്റെ ആവശ്യമില്ല. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞു കൂട്ടോ. അപ്പൊ നിന്നെ കൊണ്ട് നീ ഒന്നിനും കൊള്ളില്ല എന്നർത്ഥം. ഇത് മനസ്സിലാക്കാൻ പോലീസിന്റെ ഇൻട്രോഗേഷനോ വക്കീലിന്റെ സ്പെക്യുലേഷന്റെ ആവശ്യമില്ല. വെറും 4ാം ക്ലാസ്സും ഗുസ്തിയും കുറച്ച് കോമൺ സെൻസും മതി. പിന്നെ ഇതിന് കൂട്ടുനിന്ന
SI ഈപ്പൻ പാപ്പച്ചി അധികാരം ദുർവിനിയോഗം ചെയ്തതിന് CRPC സെക്ഷൻ 349 IPC സെക്ഷൻ 249 111 349 ആകപ്പാടെ തെണ്ടിപ്പോകുന്ന ലക്ഷണമാണല്ലോ. 329 അല്ലല്ല 329 ആണ്. CRPC പറഞ്ഞു IPC സെക്ഷൻ 329 111 349 529 ഉറപ്പല്ലേ? അതെ, ആ ഓക്കെ. 529. തൊപ്പി പോണ വഴി അറിയില്ല മോനെ. എക്സ്ക്യൂസ് മീ മാഡം, എന്താ വിളിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കിഷ്ടായി, അവർക്ക് ഇഷ്ടാവോ എന്തോ. റെഡി ആക്ഷൻ. ഞാൻ പറഞ്ഞു വരുന്നത് പറഞ്ഞിങ്ങോട്ട് വരികയൊന്നും വേണ്ട, പറഞ്ഞങ്ങ് നിർത്തിയാ മതി. പരാതിക്കാരനായ ഭഗീരഥൻ പിള്ളയ്ക്ക് മാധവൻ നായരോടുള്ള വ്യക്തിവിദ്വേഷത്തിന്റെയും പ്രതികാരത്തിന്റെയും കഥ. ചേക്കിലെ മയിൽക്കുറ്റികൾക്ക് പോലും സുപരിചിതമാണ്. ഇത് കൊള്ളാം കേട്ടോ, നല്ല വാദം. അതെ അതെ. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. പരാതിക്കാരനായ ഭഗീരഥൻ പിള്ളയ്ക്ക് മാധവൻ നായരോടുള്ള വ്യക്തിവിദ്വേഷത്തിന്റെയും പ്രതികാരത്തിന്റെയും കഥ ചേക്കിലെ മയിൽക്കുറ്റികൾക്ക് പോലും സുപരിചിതമാണ്. മാധവൻ നായരുടെ സഹോദരിയുടെ കല്യാണം മുടക്കാൻ ഭഗീരഥൻ പിള്ള കളിച്ച പൊറോട്ട് നാടകമാണിതെന്ന് മനസ്സിലാക്കാൻ 4ാം ക്ലാസ് ഗുസ്തിയും പോലീസിന്റെ ഇൻട്രോഗേഷനും വക്കീലിന്റെ സ്പെക്യുലേഷൻ. രോഗി ഛർദിച്ചതും പാല്, വൈദ്യൻ ഛർദിച്ചതും പാല്. വക്കീലിന്റെ സ്പെക്യുലേഷനും അല്ല വേണ്ടത്. പിന്നെ വെറും 4ാം ക്ലാസ് ഗുസ്തിയും അല്പം കോമൺ സെൻസും മാത്രം മതി. SI ആയ ഈപ്പൻ പാപ്പച്ചി അടിയാണെങ്കിൽ ഒരു പണിയെടുക്കാതെ മര്യാദയ്ക്ക് സുഖമായിട്ട് കഴിയായിരുന്നു. ഒറ്റയടിക്കല്ലേ തെളിഞ്ഞു വന്ന ലൈഫിന്റെ ഫിലമെന്റ് അടിച്ചു പോയി. ഈപ്പൻ പാപ്പച്ചി തന്റെ അധികാരം ദുർവിനിയോഗം ചെയ്തു. അത് വെറുതെ പിടിച്ചോണ്ടെന്നില്ല പാവം നമ്മുടെ മാധവനെ. തെറ്റ് പറ്റിയിട്ടില്ല എന്ന് പറയണില്ല, പിടിച്ചതിലും വലിയ പാമ്പ ആളയിലുള്ളതെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായേ. CRPCയും IPCയും ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. സെക്ഷൻസ് ഞാൻ നോക്കിയില്ല. ഡ്യൂ ടു സം റീസൺ. നീ പറഞ്ഞ സത്യമാണോ? CRPC 200 329 അല്ല 49. പിന്നെ IPC 329 111 529. തൊപ്പി പോണ വഴി അറിയില്ല സാറേ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. തീർന്നല്ല നിന്റെ അഹങ്കാരം. എനിക്കിനി സ്വൈരോട്ടൊന്ന് കിടന്നുറങ്ങണം. ഈശ്വരന്മാരെ രക്ഷിക്കണേ. ഇനി ഞാൻ വിളിക്കാൻ പോകുന്നത് ഈ സ്ക്രിപ്റ്റൊക്കെ വളരെ മനോഹരമായി പഠിച്ച് അവിടെ വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന ഒരാളുണ്ട്. നമ്മുടെ ഈ ഫ്രെയിമിന് പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ഇവിടുത്തെ അധ്യാപകനാണ്. അദ്ദേഹത്തെ ഞാൻ ബഹുമാനപൂർവ്വം വേദിയിലേക്ക് വിളിക്കുന്നു. പ്ലീസ് സർ. സാറിൻ്റെ പേരെന്താ? ശ്രീനാഥ്. എവിടെ സാർ? പട്ടാമ്പി. അപ്പം നമുക്കിതൊന്ന് അല്ലേ കുട്ടികൾക്കൂടെ ഒരു സംഭവമാട്ടെ. ഓക്കെ. നിയമം അറിയില്ലെങ്കിൽ അത് പഠിക്കണം സാറേ. മുകുന്ദനുണ്ണി, അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി, ദാ കോട്ട്. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? വെറും ഒരു കോൺസ്റ്റബിളിനെ വിളിപ്പിച്ചാൽ പോലും സ്വമേധയെ ഹാജരാകുന്ന ആളാണ് മിസ്റ്റർ മാധവൻ നായർ. എന്നിരിക്കെ SI അടക്കം ഒരു പട തന്നെ ഇയാളുടെ വീട്ടിലേക്ക് ഇരച്ചു കയറിയത് എന്തിനാണ്? തൊണ്ടി മുതൽ എന്ന് നിങ്ങൾ പറയുന്ന ഈ സാധനം എവിടെന്നെങ്കിലും കണ്ടെടുത്തിട്ടുണ്ടോ? പരാതിക്കാരനായ ഭഗീരഥൻ പിള്ളയും മാധവൻ നായരും തമ്മിലുള്ള പക ചേക്കിലെ മയിൽക്കുറ്റികൾക്ക് പോലും സുപരിചിതമാണ്. എന്നിരിക്കെ SI ഈപ്പൻ പാപ്പച്ചിയുടെ കുതന്ത്രം, മാധവൻ നായരെ തകർക്കാനായി ഭഗീരഥൻ പിള്ള നടത്തിയ കുതന്ത്രമാണ് അയാളുടെ പെങ്ങളുടെ കല്യാണം പൊളിക്കുക എന്നുള്ളത്. ഇതിന് കൂട്ടുനിന്ന SI ഈപ്പൻ പാപ്പച്ചിയെ IPC 349 CRPC 111 349 511 എന്നീ വകുപ്പുകൾ പ്രകാരം തൊപ്പി പോണ വഴി കാണില്ല സാറേ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. വളരെ ഇതാണ് പവർ. ആ സ്ക്രിപ്റ്റ് കുറച്ച് അങ്ങോട്ടോട് മാറിയെങ്കിലും കണ്ടന്റ് വിടാതെ വളരെ കോൺഫിഡൻസോടുകൂടി ഇതാണ് ഇങ്ങനെ ആകണം ഒരു വക്കീൽ.
അപ്പോൾ വളരെ മനോഹരമായി സാർ പ്രസന്റ് ചെയ്തു. കൺഗ്രാറ്റ്സ് സാർ. വർക്കിച്ച എന്തേനു യവൻ പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാ വെറും പുലിയല്ല, ഒരു സിംഹം. ആക്ഷൻ. പരാതിക്കാരനായ ഭഗീരഥൻ പിള്ളക്ക് മാധവൻ നായരോടുള്ള വ്യക്തിവിദ്വേഷത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും കഥ ചേക്കിലെ മയിൽക്കുട്ടികൾക്ക് പോലും സുപരിചിതമാണ്. മാധവൻ നായരുടെ സഹോദരിയുടെ കല്യാണം മുടക്കാൻ വേണ്ടി ഭഗീരഥൻ പിള്ള കാണിച്ച ഒരു പൊറാട്ട നാടകമാണിതെന്ന് മനസ്സിലാക്കാൻ പോലീസിൻ്റെ ഇൻട്രോഗേഷനോ വക്കീലിൻ്റെ സ്പെക്കുലേഷൻ്റെ ആവശ്യമില്ല. വെറും 4ാം ക്ലാസ് ഗുസ്തിയും അല്പം കോമൺ സെൻസും മാത്രം മതി. മാത്രമല്ല SI ഈപ്പൻ പാപ്പച്ചി കാണിച്ച അധികാര ദുർവിനിയോഗം CRPC സെക്ഷൻ 349 ഞാൻ പറഞ്ഞു തരാം. അടങ്ങ് ഭൈരവ. 349 IPC സെക്ഷൻ 329 111 349 മറ്റേതേനും 500 ഇങ്ങോട്ട് വാ. 529 സെക്ഷനുകളാണ്. നിന്റെ നാക്ക് നല്ലതാണോ? എന്റെയോ നോക്കിയേ. ശരിയാ, ശരി. തൊപ്പി പോവും മോനെ, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഓക്കെ. ആക്ഷൻ. പരാതിക്കാരനായ ഭഗീരഥൻ പിള്ളയ്ക്ക് മാധവൻ നായരോടുള്ള പ്രതികാരത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കഥ. ഒരു മിനിറ്റ്. കൊള്ളാം, അരങ്ങേറ്റം അസലായി. ചേറ്റിലെ മയിൽ കുട്ടികൾക്ക് പോലും ചേറ്റിലെ ചേക്കിലെ മയിൽ കുട്ടികൾക്ക് പോലും ഇത് സുപരിചിതമാണ്. മാധവൻ നായരുടെ പെങ്ങളുടെ കല്യാണം മുടക്കുവാൻ വേണ്ടി ഭഗീരഥൻ പിള്ള കളിച്ച ഒരു വൃത്തികെട്ട പൊറോട്ട നാടകമാണ് ഇത് എന്ന് മനസ്സിലാക്കുവാൻ പോലീസിന്റെയോ പോലീസിന്റെ എന്താണ് പോലീസിന്റെ അല്ല സോറി ഇന്റഗ്രേഷൻ. ഇതാ എന്റെ കുഴപ്പം, ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുകയില്ല. നീ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം. ഇൻട്രോഗേഷൻ. വക്കീലിന്റെ സ്പെക്കുലേഷന്റെയോ ആവശ്യമില്ല. വെറും 4ാം ക്ലാസ്സും ഗുസ്തിയും അല്പം കോമൺ സെൻസും മാത്രം മതി. ഇതുവരെ വളരെ ശരിയാ. SI ഈപ്പൻ പാപ്പച്ചി തന്റെ അധികാരം ദുരുപയോഗം വണ്ടി വിളിയുടെ ആശുപത്രി ദുർവിനിയോഗം ചെയ്തതിന് CRPC സെക്ഷൻ 529 IPC സെക്ഷൻ 111 329 529 എന്നതിലുണ്ട്. ഓക്കെ. തൊപ്പി പോണ വഴി അറിയില്ല മക്കളെ, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. മോനെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. റെഡി. ആക്ഷൻ. പ്രതികാരത്തിന്റെയും എന്താണ് എവിടെ തൊട്ടാ തുടങ്ങുന്നത്? ഇപ്പൊ എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? പിടിച്ച് പ്രാന്താശുപത്രിയിലാക്കാൻ തോന്നുന്നു. പ്രതികാരത്തിന്റെയും കേട്ടില്ലേ, ഇതാണ് ഭാഷ. ഉഗാണ്ടയിലുള്ള ഏതോ ഗോത്ര ഭാഷയാണെന്നാണ് എന്റെ സംശയം. പരാതിക്കാരന്റെയും എന്താണ് പരാതിക്കാരനായ ഭീകരന്റെ. ഭീകരനോ? ഞാൻ ഭീകരനെ കണ്ടു. ഭീകരനോ? ഏത് ഭീകരൻ? ഭാർഗവൻ പിള്ള. ഭാർഗവനോ? പരാതിക്കാരനായ ഭീകരൻ പിള്ള. ഭീകരൻ പിള്ളയോ? അവളൊരു സുഖമില്ലാത്ത കുട്ടിയാ, അതുകൊണ്ട്. എന്താ സുഖം, പ്രാന്തോ? പരാതിക്കാരനായ ഭഗീരഥൻ പിള്ളയുടെ ഭഗീരഥൻ പിള്ളയുടെ ഭാഷ എന്തായാലും എന്ത് വാ പൊട്ട സംസാരിച്ചിരിക്കല്ലോ, അത് മതി. മാധവൻ നായരുടെയും വിദ്വേഷത്തിന്റെ പ്രതികാരത്തിന്റെയും കഥയാണിത്. ചോക്കിലെ ഇത് മുഴുവൻ അക്ഷരപശക. നീ രാമായണം ഒന്നും തിരുത്താൻ നിൽക്കണ്ട. ഈശ്വരനാമെങ്കിലും മനസ്സിലോട്ട് ജപിക്കാൻ നോക്ക്. ചേക്കിലെ മയിൽക്കുട്ടികളുടെയും ശരി. അവർക്ക് പോലും അറിയാം. എന്തു അറിയാം ഈ സംഭവം? ഏത് സംഭവം? ബഹളം വെച്ച് വഷളാക്കുന്നതിലും നല്ലത് ആരും അറിയാതെ മൂടി വെച്ച് അവളെ അങ്ങ് പറഞ്ഞയക്കുന്നതാ. മാധവൻ നായരുടെ സഹോദരിയുടെ കല്യാണത്തിന് എന്താ ചെയ്ത്? ആ കല്യാണത്തിന്റെ സ്വർണ്ണം എടുത്ത പിന്നെ അന്ന് സദ്യ ഉണ്ടായിരുന്നു, പായസം 2 തരം പായസം ഉണ്ടായിരുന്നു കേട്ടോ. ഇയാളെന്താ പറയണത് എനിക്ക് മനസ്സിലാവുന്നില്ല സുഹൃത്തുക്കളെ. കല്യാണം മുടക്കി ആള് ഭീകരൻ. എന്നിട്ട് അപ്പൊ 4ാം ക്ലാസ് ഗുസ്തിയും. എന്താണ് നീ പൊട്ടം കളിച്ച് അവസാനം കുളന്തോണ്ടാ പൊട്ട. 4ാം ക്ലാസ് ഗുസ്തിയും അല്പം ബോധവും അല്പം ബുദ്ധിയൊക്കെ വേണം. ഇനി പോലീസിന്റെ ഇൻട്രോവേഷനോ? ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ഇൻട്രോഗേഷൻ. പോലീസിന്റെ ഇൻട്രോഗേഷനോ അഡ്വക്കേറ്റിന്റെ അല്ല വക്കീലിന്റെ സ്പെക്കുലേഷനോ വേണ്ട. 4ാം ക്ലാസ് ഗുസ്തിയും അവർക്ക് അറിയാം. അത് പിന്നെയുള്ളത്
ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. അല്ല മറ്റേ എസ് ഐയുടെ അപ്പൻ പിള്ളയോ? അപ്പനോ? എസ് ഐയുടെ അപ്പനോ? പക്ഷേ അതിനു മുമ്പ് അവനിവിടെ വരും. കോലവും വാങ്ങിക്കാൻ വന്നവൻ. ചാത്തന്മാർ അവനെ ഇവിടെ കൊണ്ടുവരും. ഈപ്പൻ മുതലാളി. ഇപ്പം മുതലാളിയോ? ഇതെന്തോടെ ഇതൊക്കെ? ചെവിന്നൊരു കിളി പറന്നു പോയാ? അത് ഈ സാധനത്തിന്റെ പ്രത്യേകതയാ. എന്റെ ചെവിന്ന് പോയി 2 എണ്ണം, ഒരു ജോഡി. ഈപ്പൻ പാപ്പച്ചി. എസ്ഐ ഈപ്പൻ പാപ്പച്ചി ഇത് മനഃപൂർവ്വം വരുത്തി തീർത്തു. ഏത് ഈ സംഭവം അധികാരം ദുർവിനിയോഗം ചെയ്തിട്ട് ഇതിന്റെ പേരിൽ IPC 348 CRPC 111 529 IPC 529 എന്താണ്? തൊപ്പി പോവും സാറേ. എന്റെ പൊന്നോ, ഞാൻ വിയർത്ത് പോയി സാറേ. ഓക്കെ, എന്തായാലും കൊള്ളാറുണ്ട്, അടിപൊളി. ഇനി ഇവിടെ നിന്നാ എന്റെ ശവം കാണാനുള്ള യോഗം പോലും എന്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഉണ്ടാവില്ല. രക്ഷപ്പെടണം. റെഡി, ആക്ഷൻ. പരാതിക്കാരനായ ഭഗീരഥൻ പിള്ളയ്ക്ക് മാധവൻ നായരോടുള്ള വ്യക്തിവിദ്വേഷത്തിന്റെയും വൈരാഗ്യത്തിന്റെയും കഥ ചേക്കിലെ മയിൽക്കുറ്റികൾക്ക് പോലും സുപരിചിതം. മാധവൻ നായരുടെ സഹോദരിയുടെ കല്യാണം മുടക്കാൻ ഭഗീരഥൻ പിള്ള കളിച്ച ഒരു വൃത്തികെട്ട പൊറോട്ട നാടകമാണിതെന്ന് മനസ്സിലാക്കാൻ പോലീസിന്റെ ഇൻട്രഗേഷനോ വക്കീലിന്റെ സ്പെക്കുലേഷനോ വേണ്ട. വെറും 4ാം ക്ലാസ്സും ഗുസ്തിയും അല്പം കോമൺ സെൻസും മാത്രം മതി. ഇതിനു കൂട്ടുനിന്ന SI ഈപ്പൻ പാപ്പച്ചി തൻ്റെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്തതിന് CRPC സെക്ഷൻ 349, IPC സെക്ഷൻ 329, 349, 111, 529. തൊപ്പി പോണ വഴി അറിയില്ല സാറേ. അടിപൊളി, സൂപ്പർ. ഒറ്റ സീനേ ഉള്ളെങ്കിൽ എന്താ, ചെറുക്കൻ കീടക്ക് തിമിർത്ത് കാലക്ക്. അപ്പം നമ്മുടെ അല്ലമീൻ കോളേജിലെ കുട്ടികളൊക്കെ എല്ലാവരും ഒരു വല്ലാത്ത വൈബായിരുന്നു. എല്ലാവരും അത്യാവശ്യം മനോഹരമായിട്ട് തന്നെ പെർഫോം ചെയ്തു. എങ്കിലും അതിലൊരു നമ്മളെ കൂടുതൽ ചിരിപ്പിച്ച ഒരാളെ ഞാൻ വിളിക്കുകയാണ്, ദേവിക. യെസ്, അപ്പോൾ ഫെയർഫിൻ ഡിജിറ്റൽ സോൺ നൽകുന്ന ഒരു ഗംഭീര സമ്മാനമാണ്. ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടും. ഇവർക്ക് പാലക്കാടും തൃശ്ശൂരും ഇവരുടെ ഷോപ്പുണ്ട്. അപ്പം വളരെ നല്ല സർവീസും ഒക്കെയാണ്. അടുത്തതായിട്ട് നമുക്ക് ഒരാൾക്ക് പ്രൈസ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഒരു സ്പെഷ്യൽ പ്രൈസാണ് നമ്മുടെ അധ്യാപകനെ നമ്മൾ വേദിയിലേക്ക് വിളിക്കുകയാണ്. അപ്പം സാറിന് ആദ്യം തന്നെ ഇന്ത്യാസ് നമ്പർ 1 കാർ കെയർ പ്രൊഡക്റ്റായ ഡീകൂൾ നൽകുന്ന ഒരു സമ്മാനം, പിന്നെ ഫെയർഫിൻ ഡിജിറ്റൽ സോൺ നൽകുന്ന മറ്റൊരു സമ്മാനം. ഇവർക്ക് പാലക്കാടും തൃശ്ശൂരും ഷോറൂമുണ്ട്, വിസിറ്റ് ചെയ്യണം. ഓക്കെ, കൺഗ്രാറ്റ്സ്. ഇനി നമുക്ക് വിളിക്കാം ഏഞ്ചൽ. ഏഞ്ചൽ വളരെ കോൺഫിഡൻസോടുകൂടി തന്നെ വളരെ മനോഹരമായി തന്നെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾക്ക് ഈ പ്രൈസ് കിട്ടാൻ പോകുന്നത്. വയസ്കോ നൽകുന്ന പ്രൈസാണ്. അതായത് ഫ്രൈഡ് ചിക്കനും സേമിയ പായസത്തിൻ്റെ കിറ്റുമാണ് നൽകുന്നത്. വൈവിധ്യമാർന്ന രുചികൾക്ക് വയസ്കോ. യെസ്, ഇനി നമുക്ക് വിളിക്കാം മിസ്റ്റർ സഹൽ. സഹലിന് ഒരേ ഗ്രൗണ്ട് സപ്പോർട്ടാണ്. ഓക്കെ, എന്തായാലും PR കേക്ക്സ് നൽകുന്ന ഒരു നല്ല കേക്കാണ്. എല്ലാവർക്കും പറ്റുകയും കൊടുക്കണം. അപ്പം ഓരോ ബൈറ്റിലും മനം കവരും രുചിയാണ്. ടേസ്റ്റ് ചെയ്യുക കേട്ടോ. അടുത്തതായിട്ട് ഞാൻ വിളിക്കുന്നു വിസ്മയ. വിസ്മയ സ്വന്തമായിട്ട് നമുക്ക് കൈയടിക്കുകയാണ്. കൊള്ളായിരുന്നു. ഇതല്ല പ്രൈസ്, ഇതാണ് പ്രൈസ്. ഓക്കെ അല്ലേ? വളരെ നല്ല രസകരമായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തിരുന്നു. കുറച്ചുകൂടെ പഠിച്ചിരുന്നെങ്കിൽ ഇന്നും മേളിൽ പോയല്ലോ. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ്ട് എലമെൻറ്റ്സ് നൽകുന്ന ഒരു കോക്കനട്ട് ഓയിലാണ്. ഇത് വളരെ ഓർഗാനിക് കോക്കനട്ട് ഓയിലാണ്. കർഷകരിൽ നിന്ന് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ഓർഗാനിക് ആയിട്ടുള്ള പ്യുവർ വെളിച്ചെണ്ണയാണത് കേട്ടോ. എന്താണ്? അല്ല പറഞ്ഞിട്ട് പോയാൽ മതി. അതാണ് ഇത്ര സന്തോഷം. ഓക്കെ, കൺഗ്രാറ്റ്സ്. ഇപ്പോൾ ശരിയാക്കി തരാം പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ അല്ലമീൻ കോളേജിലായിരുന്നു, ഷൊർണൂരുള്ള. വളരെ മനോഹരമായൊരു കോളേജും കുട്ടികളും സാറുമാരും ഒക്കെ വളരെ മനോഹരമായിരുന്നു. വളരെ ഹോസ്പിറ്റാലിറ്റി ഉള്ളൊരു കോളേജാണ്. ഇവരൊക്കെ ഭാവി വാഗ്ദാനങ്ങളാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡ് തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.